ഒരുപാട് ആൾക്കാർ ഭയങ്കരമായ ബീസ്റ്റ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഈ ഒരു പെർഫ്യൂം വനില സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് കുത്തലല്ലാത്ത നല്ല വാനില കാർഡമം സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ലിക്വിഡ് ബ്രൗൺ. അവരുടെ ഫ്രഞ്ച് അവന്യൂ എന്ന ലൈനപ്പിലുള്ള ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന്. പെർഫോമൻസ് എങ്ങനെയാണ്, ഏതെങ്കിലും പെർഫ്യൂമായിട്ട് സാമ്യമുണ്ടോ, ലോങ്ജിവിറ്റി എങ്ങനെയുണ്ട്, നാട്ടിലെ കാലാവസ്ഥയിൽ എത്ര നേരം നിൽക്കും, ഏതൊക്കെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യണം, അങ്ങനെ കുറേയേറെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പെർഫ്യൂമിൻ്റെ മേക്കർ, ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പോളണ്ട് മൂസ ഹാജി എന്ന ഒരു മലയാളിയാണ് ഈ പെർഫ്യൂമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരുടെ കുറേയേറെ ലൈനപ്പ് ഉണ്ട്, എല്ലാം നല്ല പെർഫ്യൂമുകളാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ വളരെയേറെ ട്രെൻഡിങ്, ഇപ്പോൾ സായിപ്പിൻ്റെ തട്ടകത്തിൽ ചെന്ന് വെടി പൊട്ടിച്ച ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം. ഒരുപാട് ആളുകൾ വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ അഭിപ്രായം ഹൈപ്പ് വരുമ്പോഴും ഹൈപ്പിനുള്ളത് അത്ര നിലനിർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പല പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ, ഏത് പെർഫ്യൂം ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഹൈപ്പിനുള്ളതുണ്ടോ, ഹൈപ്പ് കൂടും തോറും നമുക്കൊരു ആകാംക്ഷ കൂടും. ഹൈപ്പിനനുസരിച്ചുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറയാം. അപ്പം ആദ്യം തന്നെ ഈ പെർഫ്യൂമിൻ്റെ ബോക്സ് പ്രസൻറ്റേഷൻ, മികച്ചൊരു പ്രസൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു കാർഡ്ബോർഡ് അല്ല, കട്ടിയുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്, ലിക്വിഡ് ബ്രൗൺ ഗോൾഡൻ ഫിനിഷ്. ബാക്കിൽ നോട്ടും കാര്യങ്ങളും കുറച്ച് എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളതേ ഉള്ളൂ. ഓടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ 100 ml, ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. മെയ്ഡ് ഇൻ UAE, ഇവിടെ നോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഒരു സ്വീറ്റ്, വാം, സ്പൈസി, വാനില, സിനമൺ, സിട്രസ്, വൈറ്റ് ഫ്ലോറൽ, അരോമാറ്റിക്, പൗഡറി, മസ്കി, ആംബർ. ഇതാണ് ഇതിൻ്റെ ഒരു ടോൺ. അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പെർഫ്യൂം കിട്ടുന്നത്. ഇപ്പോൾ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബോട്ടിൽ ഡിസൈനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത്യാവശ്യം ഭാരമുള്ള ഒരു ബോട്ടിൽ, ക്യാപ്പിനും കുഴപ്പമില്ല, ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രഞ്ച് അവനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു പെർഫ്യൂം ഞാൻ വാല്യൂ ഫോർ മണി എന്ന് കൽപ്പിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, അത് ഇനീഷ്യലി സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കതിനോടൊരു പ്രണയം തോന്നണം, കൊള്ളാം, ഒരു കണക്ഷൻ വരണം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ, നമ്മുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുമ്പോൾ ആ കാണുന്ന ഒരു ഇംപ്രഷൻ, അത്തരത്തിലുള്ള ഒരു തരുണം ഉണ്ടാവണം. അത് കണക്റ്റായാൽ മാത്രമേ എന്നെ സംബന്ധിച്ച് ആ ഒരു പെർഫ്യൂം എനിക്ക് സിങ്ക് ആയി എന്ന് ഞാൻ അവകാശപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഒരു പെർഫ്യൂമിന് കിട്ടി. പിന്നെ ഒന്ന്, തീർച്ചയായും മണം നന്നായിരിക്കണം. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പെർഫോമൻസ് ഉണ്ടാവണം. മണം നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല, ലോങ്ജിവിറ്റി വേണം, പ്രൊജക്ഷൻ വേണം, ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും ഈ പെർഫ്യൂമിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂം സിന്തറ്റിക് ആയിട്ടുള്ള മണം വരാൻ പാടില്ലെന്ന് എനിക്ക് ഒരു നിർബന്ധമുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. കൊടുക്കുന്ന പൈസയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ വെച്ച് മേക്ക് ചെയ്ത പെർഫ്യൂം കിട്ടണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതും ഈ ഒരു പെർഫ്യൂം കൊള്ളാം എന്നെനിക്ക് തോന്നി. ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ. സ്പ്രേയർ എനിക്ക് വലിയ രീതിയിലൊരു ഇമ്പ്രഷൻ തോന്നിയില്ല, കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള സ്പ്രെഡ് ആവുന്ന ഒരു മണം. സീറോ ആൽക്കഹോളാണ്. ആൽക്കഹോളിൻ്റെ ഒരു തരി ബ്ലാസ്റ്റ് പോലുമില്ല. ഓപ്പണിങ്ങിൽ തന്നെ പട്ടയുടെയും കാർഡമം, ഈ 2 നോട്ട് നന്നായിട്ട് കിട്ടും. ഞാൻ ടോപ്പ് നോട്ട് പറയാം. ടോപ്പ് നോട്ട് വരുന്നത് സിനമൺ, ഓറഞ്ച് ബ്ലോസം, കാർഡമം, ബെർഗമോ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ബർബൺ, വാനില, എലമി. പിന്നെ ബേസ് നോട്ടിൽ പ്രാലിൻ എനിക്കറിയില്ല ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ആംബ്രോക്സൺ ഉണ്ട്, വൈറ്റ് വുഡ് ഉണ്ട്, മസ്ക് ഉണ്ട്. ഇത്രയാണ് നോട്ട് വരുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു സിനമൺ പട്ട, ഒരു ശ്രീലങ്കൻ പട്ട, ആ ഒരു പട്ടയുടെ മണവും ഒപ്പം ഏലക്കയുടെ ഒരു ടെക്സ്ചറും ചേർന്നിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ഒരു സിട്രസി സ്മെല്ല് വരും. അതൊരു 2-3 സെക്കൻഡേ ഉള്ള ഒരു ഓറഞ്ചിൻ്റെ മണം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സിട്രസി സ്മെല്ല്, ഒരു 3 സെക്കൻഡ് നേരം മാത്രമേ അതുണ്ടാവൂ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ സിനമണും ഈ പട്ടയും ഏലക്കയും, വാനില, ബർബോൺ വാനില, കുറച്ചും കൂടി സ്വീറ്റ് യമ്മി ആയിട്ടുള്ള, കുറച്ചും കൂടി സ്മോക്കി യമ്മി ക്രീമി ആയിട്ടുള്ള വാനില. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ഡ്രൈ ഡൗണിലും ഈ പറയുന്ന മണങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് ഇവിടെയൊക്കെ ഒരു
കോഫി ഭയങ്കരമായിട്ടില്ല, എന്നാൽ ലൈറ്റായിട്ടുള്ള ഒരു പൊടിക്ക് അടിയിൽ അല്പം ഒരു കോഫി നോട്ടൊക്കെ ചേർന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം കൂടുതലും സിനമൺ, ഏലക്ക, പട്ട, ഏലക്ക, വാനില, ഈ 3 നോട്ടിൻ്റെയും പിന്നെ വാനില, ഈ 4 നോട്ടാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ മാലയുടെ ഒരു പെർഫ്യൂമായിട്ട് ആൾത്തേർ എന്ന പെർഫ്യൂമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസ് ക്ലബ് ബ്ലാക്ക് ഈ ഒരു പെർഫ്യൂമായിട്ടും വളരെയേറെ സാമ്യമുണ്ട്. ഏകദേശം ആ ഒരു DNA ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ 2 പെർഫ്യൂമും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള പെർഫ്യൂമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന DNA ആണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കുത്തലോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നോട്ടുകളോ മെറ്റാലിക് നോട്ടുകളോ സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടുകളോ ആൽക്കഹോളിൻ്റെ ബ്ലാസ്റ്റോ അങ്ങനെയുള്ള പൊട്ടിത്തെറികളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു മണം. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. വർഷം 2013 ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളായിട്ട് എറണാകുളത്ത് ഒരു കോഴ്സിന് പോകുന്നു. അവിടെ വെച്ച് എനിക്ക് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ ആയി അവിടെ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നു. ഹോസ്റ്റലിൽ വെച്ച് തന്നെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. 2013 ആ ഒരു സമയത്ത് രാത്രി ഞങ്ങളൊക്കെ ഒരുമിച്ച് അന്ന് JBLൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ടെറസിൽ പോയി ഇങ്ങനെ വെറുതെ ആകാശം നോക്കി കിടക്കും. ഒരു 8 മണി കഴിഞ്ഞാൽ പ്രത്യേക ഒരു കാറ്റ് വീശും. പനമ്പള്ളി നഗറിലായിരുന്നു ആ ഒരു ലോഡ്ജ്, ഹോസ്റ്റലൊരു ലോഡ്ജ്. ആ ലോഡ്ജിൽ ഇരുന്നിട്ട് വെറുതെ ആകാശം നോക്കി കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓർമ്മ. അതിൽ കൂട്ടത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ ഇതുപോലൊരു മണമുള്ളൊരു പെർഫ്യൂം, അതിനൊരു ബിസ്ക്കറ്റിൻ്റെ മണമാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പെർഫ്യൂം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരു സാം, കോട്ടയത്തുള്ള. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം ഇത് അടിച്ചിട്ട് വരും. അപ്പോൾ ആ ഏരിയ മുഴുവനും ഈ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു കുക്കീസിൻ്റെ ഒരു മണമാണ്. ആ ഒരു ഓർമ്മ എനിക്കിത് കൊണ്ടുപോകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു പെർഫ്യൂമാണ്, നല്ല മണമാണ്. ഈ വാനില, ടോങ്ക ബീൻ, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള മണങ്ങളോട് ഈ പറഞ്ഞ നോട്ടുകളോട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായ ബീസ്റ്റ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഈ ഒരു പെർഫ്യൂം രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പെർഫ്യൂം നിഷ്കർഷിക്കുന്ന കാലാവസ്ഥയുണ്ട്, അത് ഡിമാൻഡ് ചെയ്യുന്ന കാലാവസ്ഥയുണ്ട്. രാത്രിയിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂം എടുത്ത് പട്ടാപ്പകൽ ചൂട് സമയത്ത് അടിച്ചിട്ട് എനിക്ക് ലോങ്ജിവിറ്റി ഇല്ല, പ്രൊജക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ആ പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്നത് ഏത് കാലാവസ്ഥയ്ക്കാണോ ആ കാലാവസ്ഥയിൽ മാത്രമേ അത് തൊടാവൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ രാത്രി യൂസ് ചെയ്യുക, രാത്രി മാത്രം. അല്ലെങ്കിൽ വൈകുന്നേരം തണുപ്പുള്ള സമയത്ത് ഒരു 6-6:30 കഴിഞ്ഞ് ഒരു 7 മണിക്ക് യൂസ് ചെയ്യുക. ആ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലോങ്ജിവിറ്റി കിട്ടും. ഞാനൊരു 6 മണിക്കൂർ മാക്സിമം, 6 മണിക്കൂർ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ്. പ്രൊജക്ഷൻ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനുണ്ട്. പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, നല്ല പ്രൊജക്ഷനുണ്ട്. ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ മണം കിട്ടും, ക്ലോസ് എൻകൗണ്ടറിലും കിട്ടും, ദൂരേക്ക് തന്നെ പെട്ടെന്ന് മണം സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ നേരത്തേക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷന് ശേഷം വളരെ ക്ലോസ് എൻകൗണ്ടറിലും നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം 3-4 ആളുകൾ എന്നോട് പറഞ്ഞു മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കൊള്ളാം, രാത്രി യൂസ് ചെയ്യുക. പിന്നെ AC-യിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, AC-യിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ വല്ലപ്പോഴൊക്കെ ഓഫീസിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നൈറ്റ് ടൈം പാർട്ടി, ക്ലബിങ്, നിങ്ങളുടെ വളരെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. മെൻസിന്, ഇപ്പം ഈ വീഡിയോ കാണുന്ന ഗേൾസ്, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. കാരണം വാനില നോട്ട് ആണുങ്ങൾക്ക് ഇഷ്ടമാണ്. വാനില സ്വീറ്റ് ആയിട്ടുള്ള, ഒരുപാട് കുത്തലല്ലാത്ത നല്ല വാനില, കാർഡമം, സ്പൈസി ആയിട്ടുള്ള ഈ ഒരു പെർഫ്യൂം ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. പിന്നെ അതുപോലെ തന്നെ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം, നല്ലൊരു പെർഫ്യൂം അവർ ഇറക്കി. ഇത് വിദേശത്തും അമേരിക്കയിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയി, പലരുടെയും നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തൊരു പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പിന്നെ റേറ്റ് വരുന്നത് ഏകദേശം 3500-3800 ആ റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ന്യായമായ പെർഫ്യൂം തന്നെയാണ്. പിന്നെ നല്ല പാക്കേജിംഗ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ ഓവറായിട്ടുള്ള ഹൈപ്പ് പ്രതീക്ഷിക്കരുത്, ഓവറായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ പെർഫ്യൂമിനെ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ സമീപിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പെർഫ്യൂം ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡുമായിട്ട് ഒന്ന് ലെയർ ചെയ്തടിച്ചു. വേറൊരു ലെവൽ മണമായിരുന്നു രാത്രി, വേറൊരു ലെവൽ മണം. പിറ്റേ ദിവസവും എൻ്റെ ഷർട്ടിൽ ഈ മണം കാരണം ലാസ്റ്റ് ഞാൻ ഷർട്ട് ഊരി മാറ്റി. ഭയങ്കര രീതിയിലുള്ള പ്രത്യേകതരം ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല്. മറ്റേ ബാറ്റ്മാൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ, ഗോത്ത സിറ്റി എന്നല്ലേ? ഓക്കെ, ആ ഒരു ഇതൊക്കെ ഓർമ്മ വരുന്ന രീതിയിൽ ഡാർക്ക് മിസ്റ്റീരിയസ് സ്മെല്ല് വന്നു. അപ്പോൾ ലെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. ഇത്രയാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ
പകൽ സമയത്ത് ഇപ്പോഴത്തെ ഒരു ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമാണ് ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്. എൻ്റെ ഇന്നത്തെ സെൻറ്റ് ഓഫ് ദി ഡേ. ഇത് ടെസ്റ്ററാണ് ഞാൻ വാങ്ങിയത്. ഇതിനകത്ത് ഭാഗ്യം ഇതിലങ്ങനെ ആ ഒരു ചീഞ്ഞമുട്ട റോട്ടൻ എഗ്ഗിൻ്റെ സ്മെല്ല് ഇതിനകത്ത് എന്തായാലും ഇല്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമാണ് ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്. ഓക്കെ, ഇനി ഇത്രയും ആണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.